ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം. ബി.ജെ.പി. സർക്കാരിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും എതിർപ്പുള്ള ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. ബി.ജെ.പിയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ നിരയിലെ നേതാക്കളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് ബി.ജെ.പിയുടെയും കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അല്ല, ഈ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിൽ ആ കേന്ദ്ര ഏജൻസി ഏർപ്പെടുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് എങ്ങനെ ഈ വാർത്തകൾ കിട്ടുന്നു? മാധ്യമങ്ങളുമായിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് ഏതെങ്കിലും വ്യക്തിയിലൂടെയോ വ്യക്തികളിലൂടെയോ ഹോട്ട് ലൈൻ ഉണ്ടോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങളും കൂടി അന്വേഷിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ അന്വേഷണ ഏജൻസികളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സ്ഥാപിത താൽപര്യം എന്താണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തുറന്നു കാണിക്കപ്പെടുന്നതാണ് ഈ ഒരു നടപടി. 2021 നമ്മൾ പലപ്പോഴും കേരളത്തിൽ കേന്ദ്ര ഏജൻസികളും മാധ്യമങ്ങളും ചേർന്നൊരു നെക്സസ് കണ്ടിരുന്നു. ഇവിടെ വീണ്ടും അത് രൂപപ്പെടുകയാണോ? അതാണോ ഇതിന്? എനിക്ക് ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് വെച്ചാൽ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ നൽകിയ ആ വാർത്തകൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്ന് ഒരു 5-6 കപ്പലുകളെങ്കിലും വേണ്ടിവരും അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി. അത്രത്തോളം വാർത്തകൾ. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിൽ ഒരു 4-5 കപ്പലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വാർത്തകൾ മുഴുവൻ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. ആ വാർത്തകളൊക്കെ എന്തായി എന്നുള്ളത് നമ്മളാരും പരിശോധിക്കുന്നില്ല. ഒരേ ഏജൻസി 2 കോടതികളിൽ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ 2 വ്യക്തികളെ മുൻനിർത്തി ഫയൽ ചെയ്തിരിക്കുന്ന കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം തന്നെ പരിശോധിച്ചാൽ എത്രത്തോളം എന്താ പറയാ ഇവരുടെ കുടിലതന്ത്രം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എക്സ്പോസ് ചെയ്യപ്പെടും. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. സാരമില്ല, ഇന്നിപ്പോൾ ഈ ഒരു സംഭവവാസത്തെക്കുറിച്ച് 1-2 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറഞ്ഞ് ചിരിക്കുന്നത് പോലെ ചിരിക്കാൻ നൽകുന്ന ഒരു വക ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ബി.ജെ.പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമല്ലേ? ഡൽഹിയിൽ ഇന്ത്യ ചേരിയിലെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രയത്നിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വന്നിട്ട് പാർലമെന്റിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് ആരാണ്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ ചെറുക്കുക, ബി.ജെ.പിയെ തോൽപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ലോകസഭയിൽ നടന്ന ചർച്ചയിലൊക്കെ ആരൊക്കെയാണ് പങ്കെടുത്തത്, ആരൊക്കെ പങ്കെടുക്കാതിരുന്നു, ആൾക്കാരുടെ സാന്നിധ്യം എന്തായിരുന്നു, അസാന്നിധ്യം എന്തായിരുന്നു ഒക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ബി.ജെ.പി പ്രതിദാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള നിലപാട് എന്താണെന്നുള്ള കാര്യം വ്യക്തമാകും. ഒരു സംശയം വേണ്ടത്. താങ്കൾ ഉന്നയിച്ച ജബൽപൂരിൽ നിയമപരമായ നടപടിയെടുക്കും. മറ്റു ചോദ്യങ്ങളൊക്കെ ബ്രിട്ടാസ് അങ്ങ് വീട്ടിൽ പോയി വെച്ചാൽ നിലവിൽ SFIയുടെ നടപടിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രതികരണമാണ്. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി.